അപ്പോസ്തലൻ ടിനുവിന്റെ തള്ളിവീഴ്ത്തൽ നാടകത്തിന്റെ രഹസ്യം ഇതാണ്. സ്തോത്രകാഴ്ചയും ദശാംശവും ഞണ്ണാൻ കൊട്ടാരക്കര കേന്ദ്രമാക്കി ഒരു പൈശാചിക കൂട്ടായ്മയുണ്ടാക്കി ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും നാറ്റിക്കുവാൻ ഇറങ്ങിയ കുപ്രസിദ്ധ വചന കൊള്ളക്കാരൻ അപ്പോസ്തലൻ ടിനുവിന്റെ ഓരോരോ കള്ളത്തരങ്ങളും പൊളിഞ്ഞു വീഴുകയാണ്. അപ്പോസ്തലൻ പിച്ചുപെയ്യും പറയുമ്പോൾ ഒരുപറ്റം പെണ്ണുങ്ങൾ കൂട്ടത്തോടെ മറിഞ്ഞു വീഴുന്നതിന്റെ രഹസ്യം ടിനുവിന്റെ പൈശാചിക കൂട്ടായ്മയിൽ ഒരു പ്രാവശ്യം പോയ ജോൺ മെൻഡസ് വെളിപ്പെടുത്തുന്നത് കേൾക്കുക. ഇവനെ വട്ടം പൊതിഞ്ഞു നിൽക്കുന്നത്, ഇവൻ പിച്ചുപെയ്യും പറയുമ്പോൾ ഹല്ലേലൂയയും ആമേനും സ്തോത്രവും ഒക്കെ പറയുന്നത് ഡെയിലി തച്ചു കൊടുത്ത് നിർത്തിയിരിക്കുന്ന പ്രാർത്ഥനാ തൊഴിലാളികൾ ആണെന്ന് മനസ്സിലാക്കുക. ഉണ്ണക്കുഞ്ഞുങ്ങളുടെ ദശാംശവും സൂത്രകാഴ്ചയും തിന്ന് രുചിപിടിച്ചു പോയ ഈ കാട്ടുകളനെ ജയിലിലടയ്ക്കുന്നതുവരെ വിശ്വാസികൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുക. ഇവന്റെ ചുറ്റും കൂടി നിന്ന് സൂത്രം പറയുകയും ഉരുണ്ടു വീഴുവാൻ തയ്യാറായി നടക്കുന്ന എല്ലാത്തിൻ്റെയും വീഡിയോ നിങ്ങൾ എടുക്കുക. ഇവരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുക. അപ്പോൾ സത്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ജോൺ മെൻഡസിന്റെ വാക്കുകൾ കേൾക്കുക. ജോൺ മെൻഡസ് എന്നാണ്. ടിനു ജോർജിന്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവവും, പിന്നെ ടിനു ജോർജിന്റെ ചർച്ചിൽ ആരാധിച്ചിരുന്ന അവരുടെ നാട്ടുകാരി തന്നെ ഒരു സാക്ഷ്യം, ഒരു അനുഭവം പറഞ്ഞിരുന്നല്ലോ. ഇവരുടെയൊക്കെ എല്ലാം പുറത്തിറങ്ങിയ നാൾ മുതലേ ഞാൻ നിങ്ങളുടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അനുഭവം അവിടെ പെട്ടത് ചില വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ ജില്ലാ ഹോസ്പിറ്റലിന്റെ അവിടെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ പുള്ളിക്കാരൻ വന്നിട്ട് ഒരു പ്രോഗ്രാം നടത്തി. അതിന്റെ പകലത്തെ സെക്ഷനിൽ ഞാൻ എൻ്റെ ഒരു സ്നേഹിതനും കൂടെ അവിടെ പങ്കെടുക്കാൻ പോയിരുന്നു. തിരുവനന്തപുരത്ത് ഞാൻ എയർപോർട്ടിന്റെ അടുത്താണ് താമസിക്കുന്നത്, ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ അടുത്ത്. ഇദ്ദേഹം ശുശ്രൂഷിച്ചു വരവേ ചിലരെയൊക്കെ അവരുടെ രീതി അതായിരിക്കാം, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇതേപോലെ ഊതി വീഴ്ത്തുന്ന രീതിക്ക് അനുസരിച്ച് ഇവരെയൊക്കെ അപ്പൊ ഇവരുടെ ആൾക്കാരാണ് ഫ്രണ്ടിൽ നിൽക്കണം എന്നുള്ളത് എനിക്ക് അത്ര പിടിയില്ലായിരുന്നു. പക്ഷെ ഇദ്ദേഹം ഒരു പദപ്രയോഗം പറഞ്ഞു, ആർ യു റെഡി എന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ അതിപ്പോ അതിന്റെ അർത്ഥം ഇവരെ റെഡിയായി നിൽക്കാനല്ല ഞാനിതാ തുടങ്ങാൻ പോകണം, നിങ്ങൾ റെഡിയായി നിൽക്കണം എന്നുള്ള ഇതാണല്ലോ. ഇത്രയും പറഞ്ഞ ശേഷം അല്പസമയം കഴിഞ്ഞപ്പോ കാണാൻ ചില യുവാക്കന്മാരെല്ലാം ഇവരിൽപ്പെട്ട ഗാംഗിൽപ്പെട്ടതാ. കുറച്ച് ഇവരുടെ ഗാംഗിൽപ്പെട്ട സഹോദരിമാർ ഇങ്ങനെ കൈവച്ച് അയാളുടെ ആ രീതിയെല്ലാം ചെയ്തിങ്ങനെ വന്നപ്പോ കാണാം അവരങ്ങ് മറിഞ്ഞ് വീഴുകയാണ്. ഇന്ന് ഞാൻ എന്റെ മനസ്സിൽ കുറിച്ച് ഇതെന്തോ ആർ യു റെഡി എന്ന് പറയേണ്ട ഉദ്ദേശം എന്താ? അപ്പൊ ഇത് പണത്തിന് വേണ്ടി ഇവരുടെയൊക്കെ ആൾക്കാർ അവിടെ കൂടി സ്വോത്ര കാഴ്ച അതിതും ലഭിക്കുവാൻ വേണ്ടി എന്നുള്ള ഒരു ഇത് എനിക്ക് എന്റെ മനസ്സിൽ കാണാം. പ്രാർത്ഥന എന്ന് പറയാതെ സ്തോത്ര കാഴ്ചപ്പെടുങ്ങൽ കലാപരിപാടി ആളുകളുടെ കൂട്ടണം ഇങ്ങനെ ഒരു പരിപാടി വെച്ചാല് അപ്പൊ ഇത് ആർ യു റെഡി എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ആ സഹോദരി ഇങ്ങനെ ഒരു അനുഭവം പറഞ്ഞതിന് ശേഷമാണ് പിന്നെ എനിക്കത് കത്തിയത്. അപ്പൊ ഇവന്മാരുടെ കള്ളത്തനങ്ങളെല്ലാം സാറേ നമ്മൾ ഇതേപോലെ കൊണ്ടുവരണം, പുറത്ത് കൊണ്ടുവരണം, ജനങ്ങൾ അറിയണം. നമ്മൾ നീതിക്കും ന്യായത്തിനും വേണ്ടി, ഞാനും സാറിനെ പോലെ നീതിക്കും ന്യായത്തിനും വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു പത്രപ്രവർത്തനം ആത്മീയ തലത്തിൽ ഞാൻ 10-18 വർഷം കൊണ്ട് ചെയ്യുന്നു. പിന്നെ 31 വർഷം കൊണ്ട് ഞാൻ ട്രാക്ട് മിനിസ്റ്റർ ദൈവം എന്നെ കൊണ്ട് എനിക്ക് തന്ന കൃപയ്ക്കത്തോണം എഴുതുകയും പ്രബോധിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സുശേഷകനാണ്. അങ്ങനെയുള്ള താങ്കൾ എന്തിനാണ് ഇവന്റെ ഈ ഉടായ്പ പരിപാടി, ഇവന്റെ ഈ ഊതി വീഴ്ത്തൽ പരിപാടികൾക്ക് പോയി സാക്ഷിയാകാൻ പോകുന്നത്? സാറേ എനിക്കറിയത്തില്ല. വാസ്തവം പറഞ്ഞാൽ ചില വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞ് വന്ന ശേഷമാണ് കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇവന്മാരുടെ രീതി, പണത്തിന് വേണ്ടിയാണ് ഇവന്മാരൊക്കെ എല്ലാം ഓരോന്നും ചെയ്യുന്നതെന്ന്. ഒരാളൊന്നും 2000 വെച്ച് കൊടുക്കുന്നെന്ന് പറഞ്ഞില്ലേ ഊതി വീഴ്ത്തുന്നതിനും. സഹോദരി അവരെ കണ്ണടയ്ക്കാൻ പറയുമ്പോൾ ആ സഹോദരി മാത്രം കണ്ണടയ്ക്കാതെ ഇവരുടെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ 2000 രൂപയാണ് ഓരോരുത്തർക്കും കൊടുത്താണ് ഇവന്മാര് ഇത്തരത്തിലുള്ള വീഴൽ തൊഴിലാളികളെ കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഇവിടെയാണ് ചില ഗാങ്സ്, ചെറുപ്പക്കാരും പയ്യന്മാരും, പിന്നെ അതെല്ലാം ഇവന്മാർ ഓരോ രീതിയിലൊക്കെ ആയിരിക്കുന്നത്. ഇയാളുടെ അടുത്താണ് ആ സ്റ്റേജിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇവന്മാർ നിൽക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ലല്ലോ സാറേ. അപ്പൊ ഇവരുടെ ആ രീതി ഇപ്പോഴോരൊന്ന് വെളിച്ചത്ത് വന്നത് കൊണ്ടല്ലേ നമുക്ക് ഓരോന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ കിടക്കണം, അന്നേ എന്റെ ഹൃദയത്തിൽ ഏതൊരു പോസ്റ്റിനും കിടക്കുകയാണ്, ഇതെന്താണ് ആർ യു റെഡി എന്ന് പറയുന്നത്? അവിടെ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു പദപ്രയോഗം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പൊ ആർ യു റെഡി? അപ്പൊ ഇവരെ റെഡിയായി നിൽക്കാൻ ഞാനിതാ തുടങ്ങുകയാണ് നിങ്ങളെ വീഴ്ത്താൻ വേണ്ടി എന്നല്ല. അപ്പൊ അത് ഇവർക്ക് പരിശീലനം കൊടുത്തിരിക്കുകയാണ്. അല്ലേ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തന്നെ മനസ്സിൽ കിടക്കുക. അന്നേ ഞാൻ എന്റെ ആ സ്നേഹിതനോടും പറഞ്ഞു, അയാൾക്ക് അത്ര കത്തിയില്ലായിരുന്നു, അയാൾക്ക് അത്ര ബോധം പോയില്ല. ഞാൻ ഇങ്ങനെ ഇയാള് പറയാൻ കാര്യമുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്നില്ല സാറേ, നിൽക്കാതെ ആ സൗനം വിളിച്ചിട്ട് ഞാൻ പോയി. ഇത് എന്റെ മനസ്സിൽ അങ്ങനെ എനിക്ക് ഇങ്ങനെയുള്ളവരുടേതായൊന്നും എന്റെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അനീതിക്ക് കൂട്ടു നിൽക്കുന്ന ആളല്ല ഞാൻ.
ഉള്ളത് അങ്ങ് തുറന്നു പറയും. കാരണം ഇവരുടെയൊക്കെ ആ രീതി അതാണ്. ഇപ്പോൾ ഓരോരുത്തരുടെയും സാറ് ഓരോന്നും, പിന്നെ സാറ് മാത്രമല്ല, സാറിനെ പോലുള്ളവരുടെ എല്ലാം ഞാൻ നോട്ട് ചെയ്യുകയാണ്. എല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾ പിന്നെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം. വാസ്തവത്തിൽ അത് അങ്ങനെ തന്നെ വേണം സാറേ. നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കണം, നീതിക്ക് ന്യായത്തിന് നിൽക്കണം. കർത്താവ് അനീതിക്ക് കൂടി നിൽക്കുന്നവനല്ല. അപ്പൊ ഇവരെയൊക്കെ വളർത്തുന്നതെല്ലാം ഈ വിശ്വാസികൾ തന്നെയാ. ആ പാവം അതുകളെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. അവർക്ക് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഇവർ വ്യാപരിക്കുന്ന എന്തിനാണെന്ന്, ഇവർ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലേക്ക് ഓരോന്നും നാടകം കളിക്കണം എന്നുള്ളത് ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ പുറത്ത് വെളിച്ചത്തിൽ ഇവരുടെ സത്യങ്ങളെ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ സിനിമാ ലോകത്ത് സിനിമാ നടന്മാരുടെ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്നില്ലേ, ഇതൊക്കെ എല്ലാം മറഞ്ഞു കിടന്ന കാര്യങ്ങളല്ലേ സാറേ. അപ്പൊ അതേപോലെ ഇവരുടെ ആത്മീയ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള നിങ്ങളെപ്പോലുള്ള ചാനലുകൾ വെളിപ്പെടുത്താനുണ്ടെങ്കിൽ മാത്രമേ, നിങ്ങളെപ്പോലുള്ളവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് 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 ജനങ്ങൾ അറിയും. പക്ഷെ ഇത് ദൈവനാമം ദുഷിക്കപ്പെടുവാൻ കാരണമാകരുത്. അതുകൊണ്ട് ദൈവജനം പാവം പിടിച്ച വിശ്വാസികൾ നഷ്ടപ്പെട്ടു പോകാതെ, ഇവരുടെ വഞ്ചനയിൽ കുടുങ്ങി പോകാതിരിക്കണമെങ്കിൽ സാറിനെ പോലുള്ളവർ ഇത് വെളിച്ചത്തിൽ ഇവരുടെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം സാറേ, കേട്ടോ. ഈ ദശാംശം വിഴുങ്ങി വചനക്കൊള്ളക്കാരൻ ഈ പരിപാടി നിർത്തുവാൻ യാതൊരു പദ്ധതിയുമില്ല. ഇന്നവൻ കോട്ടയത്ത് ഉടായ്പുമായി ഇറങ്ങിയിട്ടുണ്ട്. മനോരമ പത്രത്തിൽ ലക്ഷങ്ങൾ മുടക്കി നൽകിയ ആ പരസ്യം കാണുക. ഇതുപോലെ പരസ്യം കൊടുക്കണമെങ്കിൽ വചനക്കൊള്ളയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം എത്രയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവന്റെ പൈശാചിക കൂട്ടായ്മയിൽ പോകരുത്. പോയാൽ 5 പൈസ ഈ തീവട്ടിക്ക് ഇട്ടുകൊടുക്കരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.